ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ത്രീ ഫേസ് ഡി ബി അതിൻ്റെ ബേസ്മെൻ്റ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, സെലക്ടർ ടൈപ്പ് വരുന്ന ഡി ബി അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. സെലക്ടർ ടൈപ്പ് വരുന്നത്, അതായത് എത്ര എം സി ബികൾ യൂസ് ചെയ്യുന്നത്, ആർ സി സി ബി എത്ര ആംബിയറാണ്, ഐസൊലേറ്റർ എത്രയും ആംബിയറാണ് എന്നുള്ള ഡീറ്റെയിൽ, എം സി ബികൾ എങ്ങനെയാണ്, സർക്യൂട്ട്സ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ത്രീ ഫേസ് ഡി ബി അതിൻ്റെ ഫുൾ ക്യാപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് എല്ലാൻറ്റിയുടെ ഡി ബി ആണ് നമ്മളിത് കാണുന്നത്. ത്രീ ഫേസ് ആണ്, സെലക്ടർ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫുൾ അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് വരുന്ന സമയത്ത് എല്ലാൻറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഫുൾ ഏറ്റവും അവസാനം ഫിനിഷ് വരുന്ന സമയത്ത് നമ്മൾ ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്നതിന് ഫിനിഷിങ് വരുന്നത്. ഇതാണ് അതിൻ്റെ ലോക്ക് ബട്ടൺ വരുന്നത്. ആ ഡോറ് തുറന്നെടുക്കുക. അപ്പോൾ നമ്മളിത് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് കൂടി ക്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ച് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് സെലക്ടർ ടൈപ്പാണ് വരുന്നത്. സെലക്ടർ ടൈപ്പ് 8-വേ ഡി ബി ആണ്. 8-വേ ഡി ബി 6-വേ ഡി ബി ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കണക്ഷൻസ് നോക്കുക. ഈ ലെഫ്റ്റ് സൈഡ് കണ്ടോ, ലെഫ്റ്റ് സൈഡ് ഏറ്റവും താഴെയായിട്ട് കാണുന്നത്, ആദ്യമേ തന്നെ കാണുന്നത് ഐസൊലേറ്ററാണ് വരുന്നത്. തൊട്ടടുത്ത് ആർ സി സി ബി അല്ലെങ്കിൽ എൽ സി ബി, തൊട്ട് മുകളിലായിട്ട് വരുന്ന ആ യെല്ലോ ടൈപ്പ് കാണുന്ന 3 സെലക്ടറുകളാണ്. 3 ഫേസ്, 3 ഫേസ് ആകുമ്പോൾ 3 ഫേസ് ന്യൂട്രലാണ് വരുന്നത്. അപ്പോൾ 3 ഫേസുകൾ സെലക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി, ഏതെങ്കിലും ഒരു ഫേസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ തൊട്ടപ്പുറത്ത് വരുന്ന എം സി ബികളാണ് വരുന്നത്. പിന്നെ ഇനി ആംബിയറൊക്കെ നോക്കുക. ഇതിപ്പോൾ കണ്ടോ, 3 ഫേസ് ആയതുകൊണ്ട് 3 ഫേസും ഒരു ന്യൂട്രലാണ് വരുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന 63 ആംസിൻ്റെ ഐസൊലേറ്ററാണ്. ജസ്റ്റ് ഒരു മെയിൻ സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ് നമ്മൾ ഐസൊലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഓൺ ഓഫ് സ്വിച്ചിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കെ സി ബിയിൽ നിന്ന് വരുന്നത് നേരെ വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. അതായത് മീറ്റർ ബോക്സിലേക്ക് വരുന്നു, കെ സി ബിയിൽ മീറ്റർ ബോക്സിലേക്ക് വരുന്നു. മീറ്റർ ബോക്സിൽ നിന്ന് ഫ്യൂസ് യൂണിറ്റ്, ഫ്യൂസ് യൂണിറ്റ് വഴി നേരെ ഐസൊലേറ്ററിലേക്ക് വരുന്നു. ഐസൊലേറ്ററിൽ നിന്ന് 3 ഫേസും ന്യൂട്രൽ അവിടെ വന്ന് അതിൽ നിന്ന് അതിൻ്റെ ഔട്ടാണ് ആർ സി സി ബിയിലേക്ക് വരുന്നത്. അത് നമുക്കിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 3 ഫേസ് ന്യൂട്രൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആംബിയർ നമുക്ക് നോക്കി അറിയാം. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. 63 ആംസ് 30 മില്ലി ആംബിയറിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആർ സി സി ബി നമുക്ക് എടുത്തത്. 63 ആംസ് 30 മില്ലി ആംസിൽ ലീക്കേജ്, എർത്ത് ലീക്കേജ് കറണ്ടിൽ വരുന്ന സമയത്ത് 30 മില്ലി ആംബിയർ എർത്ത് ലീക്കേജ് വരുമ്പോൾ ട്രിപ്പ് ആവും. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് അത്രയും മില്ലി ആംബിയർ വരുമ്പോൾ ഓൾറെഡി ട്രിപ്പ് ആവും. അതിന് വേണ്ടിയിട്ടാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആർ സി സി ബി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന താഴെയാണ് ഐസൊലേറ്ററിൽ നിന്ന് നേരെ ഔട്ട് വരുന്ന 3 ഫേസ് വരുന്ന നേരെ ഈ പറയുന്ന ഈ ആർ സി സി ബിയിലേക്ക് പോകും. അതിൽ നിന്ന് ഔട്ട് വരുന്നത് നേരെ നമ്മുടെ 3 ഫേസും ന്യൂട്രലും വരുന്നത് ഈ സെലക്ടറുകളിലേക്കാണ് വരുന്നത്. ഈ 3 സെലക്ടറും നമുക്ക് കണ്ടോ, 1, 2, 3 പിന്നെ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. 1, 2, 3 ഫേസും പിന്നെ ഒരു ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മളിത് ഓരോന്നും ഓരോ ഫേസിലേക്കാണ് മാർക്ക്. ആദ്യത്തെ സെലക്ടർ നമ്മൾ 1-ൽ, രണ്ടാമത്തെ സെലക്ടർ 2-ൽ, മൂന്നാമത്തെ സെലക്ടർ 3-ൽ. അതിൻ്റെ ഇൻഡിക്കേറ്ററുകളാണ് കാണിച്ചിരിക്കുന്നത്. RYB എന്ന് പറയുന്ന കളർ കോഡാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്, യെല്ലോ, ബ്ലൂ, അങ്ങനെ 3 കളർ കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കളർ കോഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ RYB 3 ഫേസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ്, കെ എസ് സി ബിയിൽ ഏതെങ്കിലും ഒരു ഫേസ് ഇല്ലാത്ത സമയത്ത് ആ സെക്ഷനിൽ നമുക്ക് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ പ്ലസ് ഓൺ ഓഫ് ബട്ടണാണ്, അതിൻ്റെ ഇൻഡിക്കേറ്റർ, അതായത് ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ. കാരണം ഏത് സെക്ഷനിലാണ് ഏത് ഫേസിലെ കറണ്ട് പോയെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 ഫേസും ന്യൂട്രും ഈ പറയുന്ന സെലക്ടറിലേക്ക് വരുന്നുണ്ട്. സെലക്ടറിൽ നിന്ന് ഓരോ സെലക്ട് ചെയ്യുന്നത് നേരെ ഓരോ സെക്ഷൻ എം സി ബി സെക്ഷനിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ കണ്ടോ, 8 എം സി ബികളാണ് ഒറ്റ ഫേസിൽ വരുന്നത്. 6 എന്ന് പറയുന്ന ഫേസിൽ ഒറ്റ എം സി ബി, 8 എം സി ബി, വൈ എന്ന് പറയുന്ന ഫേസിൽ 8 എം സി ബി, ബ്ലൂ എന്ന് പറയുന്ന സെക്ഷനിൽ ഈ സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ഔട്ട് വരുന്നത് ഈ എം സി ബി സെക്ഷനിൽ 8 എണ്ണമാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ 8-വേ ഡി ബി എന്ന് പറയുന്നത്. ഇതിപ്പോൾ എം സി ബികൾ ഓരോ സെക്ഷനിലും, ഇപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ 6 വരുന്നെങ്കിൽ 6-വേ ഡി ബി എന്നാണ് പറയുന്നത്. 6-വേ ഡി ബി. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിനനുസരിച്ചിട്ട്, നമ്മുടെ വീടുകളിൽ എത്ര സർക്യൂട്ട്സ് വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് 8-വേ ഡി ബി, 6-വേ ഡി ബി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 6-വേ ഡി ബി ഇപ്പോൾ നമ്മൾ 3 ഫേസിൽ സെലക്ട് ചെയ്താൽ 3 ഫേസ്, അതായത് 3 × 6, 6 18 എം സി ബികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇതിപ്പോൾ 8 ആയതുകൊണ്ട് 24 എം സി ബി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ വലുപ്പമുള്ള ഡി ബി ആയിരിക്കും വരുന്നത്. 8-വേ ഡി ബി വരുന്നത്. ഇതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന സിസ്റ്റം വരുന്നത്. ഇനി എം സി ബികൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ എ സി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് 20 ആമ്പ്, 16 ആംബിയർ, ഇങ്ങനെ ഓരോ സെക്ഷൻ അനുസരിച്ചിട്ട് എം സി ബികൾ ആംബിയർ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ആംബിയറുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എം സി ബികൾ നോക്കിയറിയാം. എം സി ബികളിൽ കണ്ടോ, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. എം സി ബികളിൽ ഓരോ എം സി ബികളുടെയും കണ്ടോ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 16 എന്നൊക്കെ കണ്ടതേ നോക്കി അറിയാൻ പറ്റും. 10, പിന്നെ 10, 16, അങ്ങനെ ഓരോന്നും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 20, അങ്ങനെ ഓരോന്നൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അതങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഇതിപ്പോൾ നോക്കി അറിയാൻ പറ്റും. ആംബിയർ നോക്കി അറിയാൻ പറ്റും. ഈ ആംബിയർ എല്ലാം പറയുന്നത്
10 ആംപിയറിൻ്റെ MCBകളാണ്, 16 ആംപിയറിൻ്റെ MCB, 16 ആംപിയറിൻ്റെ MCB, ഇത് 20 ആംസിൻ്റെ MCB. അപ്പോൾ പവർ സർക്യൂട്ടുകളിലും ഈ പറഞ്ഞ സർക്യൂട്ട് AC-ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ആംപിയർ കൂടുതലുള്ള MCBകളാണ് കൊടുക്കുന്നത്. നോർമൽ സർക്യൂട്ടിനൊക്കെ 10 ആംപിയറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇൻവെർട്ടർ സെക്ഷനൊക്കെ സെപ്പറേറ്റ് MCBകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഒരു 3 ഫേസ് DB എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്, ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ MCBകളിൽ ഔട്ടാണ്, അതായത് 6 YB എന്ന് പറയുന്ന 3 സെലക്ടറിൽ നിന്ന് വരുന്നു. ഓരോ സെലക്ടറിൽ നിന്ന് ഔട്ടാണ് ഓരോ സെക്ഷനിലേക്ക് പോകുന്നത്. അതായത് ഒരു സെലക്ടറിൻ്റെ ഒരു ഔട്ട് വരുന്നത് 6 എന്ന് പറയുന്ന സെക്ഷനിൽ ഔട്ട് 8 MCBയിലേക്ക് പോകും, Y എന്ന് പറയുന്ന 8 MCBയിലേക്ക് പോകും, ബ്ലൂ എന്ന് പറയുന്ന സെക്ഷനിലെ ഔട്ട് ഈ സെക്ഷനിലേക്ക് വരും. അപ്പോൾ ഓരോ സർക്യൂട്ടും നമ്മൾ ഓരോ റൂമുകളിലോ അല്ലെങ്കിൽ ഹാളുകളിലോ കിച്ചണിലോ വരുന്ന സർക്യൂട്ട്സുകളെല്ലാം തന്നെ ഔട്ട് നമ്മൾ എടുക്കുന്നത്, സർക്യൂട്ടുകൾ എടുക്കുന്നത് ഈ MCBകളുടെ ഏറ്റവും മുകളിൽ നിന്ന് ഔട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ആണെങ്കിലും സെപ്പറേറ്റ് MCB ഇതിൻ്റെ അകത്ത് വരും, ചാർജിങ് സെക്ഷനും ഔട്ടും വരുന്ന MCB. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനോട് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ.